കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി തെക്കൻ അമേരിക്കയുടെ വടക്ക് കിഴക്കൻ തീരത്തുള്ള ഒരു ചെറിയ രാജ്യം സന്ദർശിക്കുകയുണ്ടായി. ഗയാന എന്നാണ് ആ രാജ്യത്തിൻ്റെ പേര്. എന്തുകൊണ്ട് ഗയാനയിലെത്തി എന്നൊരു ചോദ്യം അവശേഷിക്കുന്നു. 1996 ഇന്ത്യയിൽ നിന്നൊരു പ്രധാനമന്ത്രി ഗയാന സന്ദർശിക്കുന്നത്. ഇപ്പോൾ എന്തുകൊണ്ട് ഗയാന സന്ദർശിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് വ്യക്തമായ ഉത്തരം അതിന് പിന്നിലുണ്ട്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇന്ത്യയുടെ വാണിജ്യ മേഖലയിൽ ഈ ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നീക്കങ്ങളാണ് പ്രധാനമായി നടക്കുന്നത്. ഇന്ത്യ മുൻപ് ആശ്രയിച്ചിരുന്നത് ഒപെക് രാഷ്ട്രങ്ങളെയായിരുന്നു, പ്രത്യേകിച്ച് സൗദി അറേബ്യ അടക്കമുള്ള ഗൾഫ് രാഷ്ട്രങ്ങളെയായിരുന്നു. പിന്നീട് അത് പടിപടിയായി ഉയർത്തി ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള മറ്റു രാജ്യങ്ങൾ, UAE അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങാൻ ആരംഭിച്ചു. പിന്നീട് റഷ്യയിൽ നിന്ന് വലിയ രീതിയിൽ ക്രൂഡ് ഓയിൽ നമ്മൾ വാങ്ങാൻ ആരംഭിച്ചു. ഇത് കൂടാതെ തന്നെ മറ്റു ചില രാജ്യങ്ങളുമായി ചില നീക്കങ്ങളും നടത്തി. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗയാനയിലെത്തുമ്പോൾ നൈജീരിയയും ബ്രസീലും ഗയാനയും അടങ്ങുന്ന ക്രൂഡ് ഓയിലിൻ്റെ വലിയ ശേഖരമുള്ള 3 രാജ്യങ്ങളിൽ നിന്നും എണ്ണ കൂടുതൽ വാങ്ങുക എന്നുള്ളതാണ്. മുൻപ് എണ്ണ മാത്രം വാങ്ങിയിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യയെങ്കിൽ ഇന്ന് ക്രൂഡ് ഓയിൽ വാങ്ങി അത് ശുദ്ധീകരിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കടക്കം കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. ഭാവിയിൽ റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ എണ്ണ ലഭിക്കാതെ വന്നാൽ അങ്ങനെ ഒരു സാഹചര്യം മറികടക്കാൻ കൂടിയാണ് ഇപ്പോൾ ഗയാനയും ബ്രസീലും നൈജീരിയയിലും അടക്കം ഇപ്പോൾ നമ്മൾ നടത്തുന്ന ഈ ഡീലുകൾ. ഏതായാലും ക്രൂഡ് ഓയിൽ രംഗത്ത് നിന്ന് വില കുറഞ്ഞ രീതിയിൽ എണ്ണ ഇവിടെ എത്തിക്കുക എന്നുള്ള ലക്ഷ്യം. സ്വാഭാവികമായി നമുക്കിടയിൽ ഉയരുന്നൊരു പ്രധാന ചോദ്യം, അങ്ങനെ എത്തിച്ചുകൊണ്ട് എന്തു ഗുണം എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 1.5 വർഷമായി ഇന്ത്യയിൽ ഈ പറയുന്ന എണ്ണയുടെ വില വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻകാലങ്ങളിലൊക്കെ 2 മാസം ഇല്ല 3 മാസം കൂടുമ്പോൾ വില വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെ വില വർധനവ് ഇല്ലാതെ സ്റ്റഡിയായി നിൽക്കാൻ തുടങ്ങിയിട്ട് 1.5 വർഷത്തിലേറെയായി. അത് ഇത്തരം രാജ്യങ്ങളിൽ നിന്ന് വില കുറഞ്ഞ എണ്ണ ഇവിടെ എത്തിക്കുന്നത് കൊണ്ട് കൂടിയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.